തിയേറ്ററിൽ ഇരുന്നിട്ട് നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും കുട്ടികൾക്കുള്ള സിനിമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മുതിർന്നവർക്ക് നമ്മുടെ എല്ലാവർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ അനിമയായിരുന്നാലും ഇപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു കാർട്ടൂൺ, പഴയ കാലത്തിലുള്ള ഒരു കാർട്ടൂൺ ഇപ്പം നമ്മൾ ടി വിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്ത് കാണും. അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ബാലരമ കിട്ടിക്കഴിഞ്ഞാൽ പോലും നമ്മൾ ആസ്വദിച്ചത് വായിക്കുന്ന ഒരു ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ. ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ തന്നെയാണെന്ന് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു സിനിമ നമുക്ക് ആ ഒരു വ്യത്യസ്ത നല്ല രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റോട് വരണം. കാരണം നമ്മളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ ഇത് സിനിമ ഇങ്ങനത്തതാണ്, ഇതൊരു 3D സിനിമയാണ്, ഇതൊരു നാടോടി കഥ അല്ലെങ്കിൽ ആ ഒരു മോഡലിലേക്ക് പറയുന്ന ഒരു സിനിമയാണ് എന്നുള്ളൊരു വ്യക്തമായ ധാരണയോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിനിമ പറയുന്ന ആ ഒരു തീം പിടിച്ചിട്ട് അത് എൻജോയ് ചെയ്ത് തന്നെ കാണാം. പിന്നെ കുറച്ചിടത്തൊക്കെ നല്ലൊരു എഴച്ചിൽ വരുന്നുണ്ട്. അത് മാത്രമാണ് അതാണ് എനിക്ക് സിനിമയിൽ തോന്നിയൊരു പോരായ്മ. ഇങ്ങനത്തെ ഒരു സിനിമ ആകുമ്പോഴത്തേക്ക് ഒരിക്കലും അദ്ദേഹത്തിനെ കൊണ്ടൊരു മാസ് ഡയലോഗ് പറയിക്കുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പാടില്ല. കാരണം അത് അങ്ങനത്തെ ഒരു ഇതാണ്. ഞാൻ പറഞ്ഞ പോലെ ഒരു എഴച്ചിൽ വരുന്നതാണ് മാത്രമാണ് ഒരു അപാകത എന്നല്ല, ഒരു എന്താ പറയുക, നമുക്ക് അത് കുറച്ചുകൂടെ ഒന്ന് സ്പീഡപ്പ് ചെയ്ത് എടുക്കാമായിരുന്നു. കുറെ കൂടി ഒരു 2 മണിക്കൂറിൽ തന്നെ അദ്ദേഹത്തിന് തീർക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതൊഴിച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡുകൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ അദ്ദേഹം ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ചെറിയ സിനിമയാണെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലൊന്നും ഫീലൊന്നും വരുത്താത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള എഫേർട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ ഹോംവർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ മലയാളത്തിൽ വ്യത്യസ്ത ജോണറുകളുള്ള സിനിമകൾ വരണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിപ്പം റമയുഗ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ മഹാവീര്യർ ആയിരുന്നാലും ശരി, അല്ലെങ്കിൽ കനകം ആണെങ്കിലും ശരി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബറോസ് ആണെങ്കിലും ശരി, വ്യത്യസ്തം. നമുക്ക് എപ്പോഴും ഒരു പച്ചില സിനിമകൾ മാത്രം അല്ലെങ്കിൽ ഒരു സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന സിനിമകൾ മാത്രമല്ല, ഇങ്ങനത്തെ സിനിമകളും വരട്ടെ, വ്യത്യസ്ത എക്സ്പെരിമെൻ്റൽ സിനിമകളും വരട്ടെ. അപ്പോഴേ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റത്തുള്ളൂ മലയാളം എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആൾക്കാരുള്ള ഒരു ഇൻഡസ്ട്രിയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം സിനിമ കുഴപ്പമില്ല, ഇത് വർക്കാവും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം.